ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, നമ്മുടെ കയ്യിലുള്ളത് നിസാൻ GT-R R34 ആണ് ഗൈസ്. ഈ കാറിനെ പറ്റി പിന്നെ ഞാൻ അധികമൊന്നും പറയേണ്ടത്, നമ്മുടെ പോൾ വാക്കർ ഉപയോഗിച്ച കാറാണ് ഗൈസ്. അല്ല, ഈ കാറല്ല, പോൾ വാക്കർ ആ സിനിമയിൽ ഉപയോഗിച്ചുള്ള ഗൈസ്. ഓക്കെ, ഇത് അതേപോലത്തെ ഒരു കാറാണ്. പിന്നെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള കാറാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളൊരു GT-R R34 ഫാൻ ആണെങ്കിൽ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഈ വണ്ടിന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും പിന്നെ അതുപോലെ ഈ കാർ വെച്ചിട്ട് നമ്മൾ റേസിങ്ങിന് പോകാൻ പോകുന്നത്. ഓക്കെ, ഇതില് റേസിംഗ് നടക്കുന്നത് മാപ്പിൽ ജസ്റ്റ് നോക്കട്ടെ guys. ഇവിടെ ഒരു ചെറിയ റേസിംഗ് ഉണ്ടെന്ന് തോന്നണ, അറിയില്ല. എന്തായാലും ഇവിടെ പോയി നോക്കാം. നമ്മുടെ ഗൂഗിൾ അമ്മച്ചിയുടെ പോലത്തെ വേറൊരാളെങ്കിലുണ്ട്, അത് വർത്താനം പറയുന്നത്. നമ്മളെ മാപ്പിൽ വഴി പറഞ്ഞിരുന്നാണ്. കുഴപ്പമില്ല. കാർ അത്യാവശ്യം നല്ല പവർ ഉണ്ട്. ഇതിന്റെ സൗണ്ട് നൈസായി കഴിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ സൗണ്ട്. ഇത് സ്റ്റോക്ക് വണ്ടിയാണ്. കുറച്ചൊന്ന് അപ്ഗ്രേഡ് ഇറക്കാണ്ട് ഇപ്പൊ സ്റ്റോക്കാണ് വണ്ടി. നമ്മൾ കുറച്ച് ട്യൂണൊക്കെ ചെയ്ത് എഞ്ചിനൊക്കെ അപ്ഗ്രേഡ് ഇറക്കി അത്യാവശ്യം നല്ല പവറാവും. ഇത് സ്റ്റോക്ക് വണ്ടിയാണ്, എനിക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്കിനി ഒതുക്കെ ചെയ്യാം. അത്യാവശ്യം കുറച്ച് പോകാണ്ട് തോന്നുന്നുണ്ട്, അറിയില്ല. ഇതിന്റെ ഇന്റീരിയറൊക്കെ ഉണ്ട് നൈസ്. നമ്മുടെ ഫാൻസ് ഒക്കെ ഒരു സൈഡിലൊക്കെ ഉണ്ട്. കണ്ടോ, ഏതാണ് നമ്മുടെ ഫാൻസ് ഉണ്ട്. അയ്യോ, ഭാഗ്യം ഇപ്പൊ കത്തിയാണ്. നമ്മളിപ്പോ ഒരു കളിക്കുന്നത് കീബോർഡിലാണ്. കുറച്ചുകൂടെ ഒരു കൺട്രോളറും ഒക്കെ മേടിക്കണം. കീബോർഡ് കളിക്കുകയാണെങ്കിൽ ഗെയിം നൈസ് കേട്ടോ. ഫോർട്ടോറേഷൻ പണ്ടേ നൈസില്ല. എനിക്ക് സുപ്രേനേക്കാൾ ഇഷ്ടം സൂപ്പർ MK4 ഇഷ്ടം R34 GT-R. ഞാനിത് GT-R ഫാനാണ്. സൂപ്പർ ഫാൻസ് ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോയിൽ അയക്കാറുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ എപ്പോഴേലും സൂപ്പർ എന്തായാലും കൊണ്ടുവരാം. ഓക്കെ, എനിക്ക് ഈ വ്യൂ ഇഷ്ടം. ഇങ്ങനെ ഓടിക്കാൻ ഇഷ്ടം, കാറ് കണ്ടുകൊണ്ട് ഓടിക്കാൻ. അയ്യോ, വീട്ടിൽ കയറി പോയി. ചെറുതായിട്ട് വീട്ടിൽ തൂങ്ങുന്ന പൊളിഞ്ഞിട്ട് വേറെ കുഴപ്പമില്ല. വണ്ടി കുഴപ്പമില്ല, നമ്മൾ ചെല്ലുന്നത് സെറ്റല്ല. റേസ് ഇപ്പൊ തുടങ്ങുമെന്ന് തോന്നണേ. ജസ്റ്റ് നോക്കട്ടെ. നമ്മുടെ വണ്ടി ഇവര് റേസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏതാ ഒറിജിനാലിറ്റിയിലെ ഗെയിമിലൊക്കെ ഇങ്ങനെ ഇത്ര ഗ്രാഫിക്സ് എങ്ങനെ കൊണ്ടുവരാവോ? ഇതിപ്പോ ഗ്രാഫിക്സ് ഹൈയിലാണ് കിടക്കണം. ഈ അൾട്ര ഉണ്ട്, എക്സ്ട്രീം ഉണ്ട്. അത് രണ്ട് വേണ്ടി ലാപ്പിൽ സപ്പോർട്ട് വയ്ക്കുക. ഹൈയിൽ കഴിഞ്ഞാൽ കുഴപ്പമില്ല, ചെക്കായിട്ട് വിളിക്കുക. അൾട്രയിൽ എക്സ്ട്രീമിനെ കിട്ടിയ സൂപ്പറാവും. നിങ്ങൾ ഗെയിം ഗ്രാഫിക്സിന്റെയും പിന്നെ മാൽപ്രോ ഗെയിമിങ്ങിന്റെ ഒക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ലേ, അതിലൊക്കെ സെറ്റാണ് ഗ്രാഫിക്സ്. ഇത് കുഴപ്പമില്ല, ഹൈ നൈസ് തന്നെ. നമ്മളത് സ്ട്രീറ്റ് റേസിലാണ് വന്നിരിക്കണം.
ഓ അവന്മാരെ കാറൊക്കെ നീച്ച് കാരണം അവന്മാരെ കടിച്ചിരുന്നു. യെസ് യെസ്, ഇതേപോലെ തന്നെ പോകണം. അവന്മാരൊക്കെ നമ്മുടെ ബാക്കിലുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ പോയാൽ നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് അടിക്കാൻ പറ്റും. ഇതിൽ വളവുകൾ ഇത്തിരി പ്രശ്നമാണ്. വളവിൽ ട്രാക്ക് റോട്ടിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കണ്ട ഇതേപോലത്തെ വളവുണ്ട്. ഈ വളവൊക്കെ ഇത്തിരി പ്രശ്നമാണ്. ഇതിൽ വണ്ടി ഇങ്ങനെ പോകും. ഇങ്ങനെ പോകുമ്പോൾ വണ്ടി സ്ലോ ആയി കഴിഞ്ഞാൽ അവന്മാർ ഫ്രണ്ടിൽ കയറി പോകും. അത് കുറച്ച് പ്രശ്നമാണ്. അയ്യോ, ആ കുഴപ്പമില്ല കുഴപ്പമില്ല. അയ്യോ, നമ്മുടെ ബാക്കിൽ ഒരുത്തുണ്ട്. ഇപ്പൊ കയറി പോവാൻ. ഓ അയ്യോ അയ്യോ ഡ്രിഫ്റ്റ്. ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഉപകാരമുണ്ടോന്ന് അറിയില്ല. ഗെയിമിൽ ഉപകാരമുണ്ടോന്ന് അറിയില്ല. അയ്യോ, എന്തൊക്കെ ഇടിച്ചു കളഞ്ഞ് പോകുന്നുണ്ട്. അയ്യോ, നിവൃത്തി നിവൃത്തി. അവനെ വിട്ടരുത്. അത്യാവശ്യം നല്ല സ്പീഡിൽ പോയാലും അവന്മാരൊക്കെ കടത്തി നമുക്ക് പോകാൻ പറ്റുള്ളൂ. അയ്യോ, ആ അതെ ആ കുഴപ്പമില്ല കുഴപ്പമില്ല. ഈ വളവുകൾ എനിക്ക് ഇഷ്ടമല്ല. അവന്മാർക്ക് സ്ട്രൈറ്റ് വഴി വെച്ചു. കുഴപ്പമില്ല, വളച്ചോളച്ച് പോകണം. ഗൈസ്, 48% ഒരു 90% റേസ് ഫിനിഷ് ആവണം. അപ്പൊ ഇനിയും കുറെ ഗ്യാപ്പുകൾ ഉണ്ട് നോക്കാം. റേസിന് രാത്രിയാണുള്ളത്. ബാക്കിയുടെ നീച്ചോട്ട് നൈറ്റാണ്. ആ കുഴപ്പമില്ല. റേസ് ഒരുത്ത് നമ്മുടെ തൊട്ട് പുറകിലുണ്ട്. തൊട്ട് പുറകിലുണ്ട് ഒരുത്ത്. ഞാനിപ്പോ ക്യാമറ ആംഗിൾ മാറ്റി കഴിഞ്ഞിട്ട് ഇപ്പൊ റോട്ടിന് പോകും. വണ്ടി പുറത്ത് മാറ്റാം. ഇനി കുറച്ച് സ്ട്രേറ്റ് വഴിയുണ്ടോ നമുക്ക് പറക്കാം. അയ്യോ, തൊട്ട് ബാക്കിലോട്ട് പറന്ന വരുന്നു. അവിടെ നമ്മുടെ തൊട്ടടുത്തെത്തി. എന്തായാലും സ്പീഡ് പോലെ നമുക്ക് എടുക്കും. അയ്യോ, 74 ഇതിപ്പോ ഇനിയാണ് പ്രശ്നം. ഇനി അവന്മാര് നല്ല സ്പീഡിൽ പോകും. അംബാസഡറൊക്കെ മാറി. അയ്യോ, വളവ്. ആ കുഴപ്പമില്ല. അയ്യോ, ആ ഇപ്പൊ പോയി എന്നാ റൂട്ടിന് ഏകദേശം ഫിനിഷ് ആവാറായി. പക്ഷെ ഇനിയൊരു ചെറിയ മിസ്റ്റേക്ക് പോലെ സംഭവിച്ചാൽ ബാക്കിലുള്ളവന്മാർ ഫ്രണ്ടിൽ കയറി പോകും. അവന്മാർ കത്തിച്ചായിരുന്നു. യെസ്, ജയിക്കാറായി. ഏ ഫസ്റ്റ്. ഇല്ല നമ്മള് GTR കൊണ്ടുവന്നത്. GTR വെട്ടിയാണ് തുടങ്ങിയിട്ട് കാറുള്ളത്. Hey champion, this is the Eliminator, an epic event that puts you versus everyone to see എന്തൊക്കെയോ who is പറഞ്ഞു, crowned എനിക്കൊന്നും the winner. മനസ്സിലാവില്ല. They're taking sign-ups if you're interested. നമ്മളടുത്ത ഏതോ ലെവലിൽ എന്തോ എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കാണിച്ചു. ഇപ്പഴേ നമ്മളിത് ഫസ്റ്റ് മിനിറ്റ് കഴിച്ചു. ഇതേ മഴ വീണ് കഴിച്ചു. മഴ. ഞാൻ ഈ ഗെയിമിൽ ആദ്യമായിട്ട് മഴ വീണു. അതുകൊണ്ടാണ് സോറി. ചെറിയ എക്സൈറ്റ്മെന്റ്. നമുക്ക് കുറച്ചു നേരം മഴയത്ത് പിടിച്ചാലോ. ഓ സീൻ.
ഗൈസ് ഞാൻ ഈ ജി ടി ആറും കൊണ്ട് ഓഫ് റോഡ് പോകണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്ത് അപ്പൊ നമുക്ക് ജി ടി ആറും കൊണ്ട് ഓഫ് റോഡ് പോകാം. ഓക്കെ, ഈ ജി ടി ആർ വേണമെങ്കിൽ കൊണ്ടുപോകാണെങ്കിൽ R35 പുതിയ ജി ടി ആർ വേണമെങ്കിൽ കൊണ്ടുപോകാണെങ്കിൽ ഏത് വണ്ടി വേണമെങ്കിലും ഓഫ് റോഡ് കൊണ്ടുപോകാൻ നിങ്ങൾ കമന്റ് ചെയ്യും. ഓക്കെ, ഓ ഓ ഏതാ സ്റ്റോക്ക് വണ്ടി വരണം അധികം സ്പീഡിലൊന്നും പോകില്ല. അത് ചെറിയ സ്പീഡ് കൊള്ളു, അത് കുഴപ്പമില്ല, അത്യാവശ്യം. അയ്യോ ഇഷ്ടത്തൊന്നും കാണാൻ പറ്റില്ല, ഏത് വണ്ടിയാണോ ഫ്രണ്ട് കൂടെ വരണം. അറിയില്ലേ, ഏതൊരു വണ്ടിയൊക്കെ ഫ്രണ്ട് കൂടെ വരുന്നുണ്ട്. ഓ കത്തിച്ച് പോണം. അയ്യോ വളവ്, അയ്യോ പോയി. ആ മരിച്ചു കഴിഞ്ഞു. അയ്യോ സൈഡ് കാണാൻ പറ്റില്ല. ആ ഫ്രണ്ടും പോയി. ആ കുഴപ്പമില്ല. ഓ സൈഡ് ചെറുതായിട്ടൊന്നും വന്നു, വീണ്ടും പോയിട്ടുണ്ട്. ആ കുഴപ്പമില്ലേ. ഇത് ഏതൊരു മറ്റേ ഏതൊരു സിനിമയിൽ കണ്ട പോലത്തെ ഒരു വണ്ടി വരുന്നത്. ഇത് മറ്റേ ഏതോ സിനിമ ഞാൻ മറന്നു guys. നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്തോളൂ സിനിമ ഓർമ്മ ഉണ്ടെങ്കിൽ. സെർബിയെന്ന് തോന്നണം, കറക്റ്റ് അറിയില്ല, നിങ്ങൾ അറിയുന്ന കമന്റ് ചെയ്തോളൂ guys. അതുള്ള കാർ നമുക്ക് ഇത്രയും കൂടി നല്ല വഴിയിൽ ഈ ഹൈവേന്ന് മാറിയിട്ട് കുറച്ചും കൂടി പോയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, അയ്യോ വളവ് അയ്യോ ഇത് പിന്നെ വളവ് വന്ന പ്രശ്നമാണ്. ആ കുഴപ്പമില്ല, ആരുടെ വീടിന്റെ വെയിലേക്ക് ഇരിക്കണം, കുഴപ്പമില്ല. അതിലും പോയി, ആ കുഴപ്പമില്ല. ഈ വളവ് വന്ന എങ്ങനെ വളത്തിന്റെ പെട്ടെന്ന് മറന്നു പോയി എന്താ. മഴത്തോട്ടം ആ കുഴപ്പമില്ല. എവിടെ എത്തി? ഓ ഡ്രസ്റ്റ് കുറച്ച് ഈ വാഴത്തോട്ടത്തിൽ നിന്ന് ഡ്രിപ്പ് ചെയ്യും, അല്ല ഈ പറമ്പിൽ നിന്ന്.
അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ പോകണം ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഗൈസ്. പിന്നെ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. പിന്നെ ഒരു മിനിറ്റ് ഗൈസ്, അതെ ഞാൻ ഇതിനു മുമ്പ് ഒരു ഡിഫൻഡർ വെച്ചിട്ട് നമ്മൾ കാട്ടിക്കോട് ഓഫ് റോഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് എല്ലാവരും പോയി കാണണം. ഓക്കെ, പിന്നെ ഇടയ്ക്കിട്ട് നമ്മളിങ്ങനെ കാറുകളുടെ ജമ്പ് ടെസ്റ്റ് നമ്മളിങ്ങനെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കാണണം. അപ്പോൾ ഓക്കെ ഗൈസ്.